നിലമ്പൂര് പോര് തുടരുകയാണ്. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. എന്തായാലും ഈ മുന്നണിയായിട്ട് മത്സരിക്കുന്ന 3 പേരും അറിഞ്ഞിട്ടില്ല. മുന്നണിയില്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന അൻവർ സാഹിബും അറിഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ നിന്നും കഷ്ടിച്ച് 50 കിലോമീറ്റർ അകലെ പൂക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള സിദ്ധാർത്ഥൻ മരിച്ചുപോയി. സിദ്ധാർത്ഥൻ മരിച്ചത് 2024 ഫെബ്രുവരി മാസം 18-ാം തീയതി ആയിരുന്നു. ഈ മുന്നണിക്കാരും ഇത് അറിഞ്ഞിട്ടേയില്ല. സർവതന്ത്ര സ്വതന്ത്രനും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. വെറും 50 കിലോമീറ്റർ അകലെ നടന്ന ഒരു കൊലപാതകം. അതിലുൾപ്പെട്ടത് SFIയുടെ സഖാക്കളാണ്. അപ്പം CPM ഭരിക്കുന്ന CPMനെ അത് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയാണ്. പക്ഷേ UDFും BJPയുടെ NDAയും ഈ അൻവർ സാഹിബും കല്ലെടുത്ത് എറിഞ്ഞാലല്ലേ അവർക്ക് തടുക്കേണ്ട ബാധ്യതയുള്ളൂ. ഇവര് കല്ലൊട്ട് എറിയത്തുമില്ല, അവരൊട്ട് തടുക്കേണ്ട ആവശ്യവുമില്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഞാൻ ഓർക്കുന്നത് 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ധാർത്ഥൻ വെറ്ററിനറി സ്റ്റുഡൻ്റ് ആയിരുന്നതുപോലെ കൊല്ലത്തുനിന്ന് പോയ ആളാണ്. അതേപോലെ രാജൻ എന്ന് പറയുന്ന REC എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ഉരുട്ടി കാലിൻ്റെ എല്ലും മാംസവും തമ്മിൽ വേർപെടുത്തി കക്കയത്തുകൊണ്ട് കുഴിച്ചിടുക എന്തൊക്കെയോ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു വലിയൊരു കഥയാണത്. അതിനെപ്പറ്റി എത്ര നാടകങ്ങൾ വന്നു, എത്ര സിനിമകൾ വന്നു, എത്ര കഥകൾ ഇറങ്ങി. ഇദ്ദേഹവും നക്സലുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി എന്തുമാത്രം സ്റ്റോറികളുണ്ടായി, എന്തൊക്കെ പുകിലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഗവൺമെന്റിനെ ഇട്ട് പുകച്ചത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. ആരാ കൊന്നു എന്ന് പറയപ്പെടുന്ന CPIക്കാരും കോൺഗ്രസ്സുകാരും ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അതിനെ എതിർത്ത CPM ഇന്ന് ഭരണത്തിൽ തന്നെ ഉണ്ട്. ആഭ്യന്തര വകുപ്പ് കൈയാളിയിട്ട് ഇവരെ രണ്ടുപേരും എതിർത്തിരുന്ന RSSും അന്നത്തെ ജനസംഘവും പിന്നീട് BJPയുമായിട്ടുള്ള പാർട്ടിയും ഇപ്പോഴും NDA എന്ന് പറഞ്ഞ മുന്നണിയിലുണ്ട്. അപ്പോൾ അന്നത്തെ ആ തീയും പുകയും ഒന്നും സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വന്നില്ല ചോദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത നമുക്കെല്ലാം ഉണ്ടല്ലോ. അന്ന് രാജനെ ഉരുട്ടിക്കൊന്നപ്പോഴത്തേക്ക് ഉണ്ടായ ധാർമ്മിക രോഷം ഇന്ന് എവിടെ പോയി?